നമ്മുടെ ഫിറ്റ്നസ് സപ്ലിമെന്റ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റിൽ ഒന്നാണ് പീനട്ട് ബട്ടർ. ഈ പീനട്ട് ബട്ടർ വിൽക്കപ്പെടാൻ തന്നെയുള്ള ഏറ്റവും മെയിൻ കാരണം അതിന്റെ പ്രൈസിംഗിലെ സ്വീറ്റ് സ്പോട്ടാണ്. പ്രോട്ടീൻ പൗഡർ പലപ്പോഴും അഫോർഡബിൾ അല്ലാത്തപ്പോഴും പീനട്ട് ബട്ടർ അഫോർഡബിൾ ആയിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ. എന്തിന് നമ്മുടെ പേരൻസ് പോലും ഒരു സമയത്ത് ജാം വാങ്ങുന്നതിന് പകരം ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പീനട്ട് ബട്ടർ ആണ്. പീനട്ട് ബട്ടർ എന്തും കൂടെ ഒരു ഹെൽത്തി സ്നാക്ക് ആണ്. പക്ഷേ പീനട്ട് ബട്ടർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഒന്നാമത്തെ സൈഡ് എഫക്ട് ആണ് അലർജി. അതായത് പീനട്ട് അലർജി ഉള്ളവർ ഒരിക്കലും പീനട്ട് ബട്ടർ കൺസ്യൂം ചെയ്യില്ല. നിങ്ങൾ പീനട്ട് ബട്ടർ ഒരു ലോങ് ഡ്യൂറേഷനിൽ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ്. സെക്കൻഡ് തിങ് വെയിറ്റ് ഗെയിൻ. പീനട്ട് ബട്ടർ ഒരു ഹൈ കലോറി ഹൈ ഫാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു എക്സസ് എമൗണ്ടിൽ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ പല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പീനട്ട് ബട്ടറിൽ ഏറ്റവും കോമൺ ആയി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ്. അതായത് ബ്ലോട്ടിംഗ്, ഗ്യാസ് പ്രോബ്ലം, ഡയറിയ. ഇതെല്ലാം പീനട്ട് ബട്ടർ വളരെയധികം ഡെയിലി കൺസ്യൂം ചെയ്യുന്നവരിൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇത് ഇന്റർനെറ്റിൽ മാത്രം കണ്ടതാണ്, ശരിയാണോ അല്ലയെന്ന് എനിക്കറിയില്ല. പീനട്ട് ബട്ടറിൽ ഓക്സലേറ്റ്സ് എന്നൊരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇത് നമ്മുടെ ബോഡിയിൽ കിഡ്നി സ്റ്റോൺ ബിൽഡപ്പ് ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പീനട്ട് ബട്ടർ എന്തും കൊണ്ട് ഒരു നല്ല സ്നാക്ക് ആണ്. അത് നമ്മൾ വെൽ പ്ലാൻ ഡയറ്റ് അല്ലെങ്കിൽ ഒരു നല്ല ട്രെയിനറിന്റെയോ നല്ലൊരു ഡയറ്റീഷ്യന്റെയോ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറിന്റെ ഗൈഡൻസ് ഒരു നല്ല വെൽ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ നമുക്കായിട്ട് ടൈലർ ചെയ്യുവാണെങ്കിൽ പീനട്ട് ബട്ടർ ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കടയിൽ നിന്ന് വാങ്ങുന്ന പീനട്ട് ബട്ടറിൽ പലപ്പോഴും വെജിറ്റബിൾ ഓയിൽ, ഷുഗർ, പ്രിസർവേറ്റീവ്സ് മുതലായ ഒരുപാട് കണ്ടന്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു.